വയനാട് ചുണ്ടയിൽ കടുവയെ കണ്ടെത്തിയതായി നാട്ടുകാർ. രാത്രിയോടെയാണ് കടുവയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ജോഷ്ല ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷ്ല, ഇന്നലെ രാത്രിയിലായിരുന്നു കടുവയെ കണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കടുവയുടെ കാൽപ്പാടുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ട് കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലിയുടേത് ആകാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം. ഇന്നലെ രാത്രിയോടെയാണ് കടുവയെ കണ്ടതായി ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. വയനാട് ചുണ്ടയിലാണ് കടുവയെ ഇന്നലെ നാട്ടുകാർ കണ്ടത്. എന്നാൽ വയനാടിന്റെ പല ഭാഗങ്ങളിലും കടുവ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. വയനാട് മാനന്തവാടി ചിറക്കരയിൽ ഇന്നലെ കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാരിസൺ എസ്റ്റേറ്റിന് സമീപമുള്ള എണ്ണപ്പന തോട്ടത്തിനടുത്താണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങളടക്കം നാട്ടുകാർ നൽകിയിരുന്നു. ഇതേ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒന്നാമത് ഞാൻ മുൻപൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കടുവയുടെ മീറ്റിംഗ് സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ ടെറിട്ടറിയിൽ തമ്മിലുണ്ടാകുന്ന സംഘർഷത്തിൽ പരിക്കുപറ്റിയ കടുവകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ വനം വകുപ്പ് നൽകിയ നിർദ്ദേശമാണ്. ഭദ്ര.